ആകുലനാകരുതേ മകനേ, അസ്വസ്ഥനാകരുതേ. ആധിയലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ? ആകുലനാകരുതേ മകനേ, അസ്വസ്ഥനാകരുതേ. ആധിയലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ സഭകളിൽ സാമർത്ഥ്യമായി ഇന്ത്യയിലെ വേലയെ ലോകത്തിൽ സഹായിക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ നമുക്ക് ഈ പ്രവർത്തനങ്ങളോട് പ്രാർത്ഥിക്കാം. അധികം ചെലവിടുവാൻ തക്കവണ്ണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ജനകവും കടന്നു വരാൻ സ്വർഗ്ഗത്തിലെ ദൈവം ധന്യമായി അനുഗ്രഹിക്കാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. എന്തെല്ലാം വിഷയങ്ങളോ ദൈവസനിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുവോ, കുടുംബങ്ങളായി വ്യക്തികളായി, അതിനെല്ലാം ഇന്ന് രാത്രി ഉത്തരമാണ്. നാം വിശ്വസിച്ചോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരങ്ങൾ, നമുക്ക് വേണ്ടി നീട്ടുന്ന കരങ്ങൾ, നമുക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ, താമരക്കളവരെ തുറക്കുന്ന ദൈവം, ഇരുമ്പോൾ ആമ്പലെ തുറക്കുന്ന ദൈവം. ദൈവം തുറന്നാൽ ഒരു ശക്തിക്ക് അടയ്ക്കുവാൻ കഴിയത്തിൽ ഇന്ന് രാത്രിക്കാലം സ്തോത്രം നമുക്ക് വേണ്ടി തുറക്കുന്ന വാവില് തെറ്റിപ്പോകാത്ത ഹുറവ ഈ രാത്രികാലം ഹൃദയനുറുക്കത്തോട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയനുറുങ്ങിയ നമുക്ക് സമീപസ്ഥൻ മനസ്സുകാരവരെ ദൈവം വിടുവിക്കുന്നു. ഹല്ലേലൂയ. വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തെ ദൈവം കരങ്ങളെടുത്ത് ഹല്ലേലൂയ അവിടുത്തെ മർമ്മങ്ങൾ തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് വെക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട അവിടുത്തെ വിലയേറിയ വചനം, സ്വർഗത്തിലെ മേഘസ്ഥമായിരിക്കുന്ന വചനം, പരിശുദ്ധാത്മാവിന്റെ നിറവില് നല്ല നിശ്ചയത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സംസാരിപ്പാൻ ദൈവത്തോട് അപേക്ഷിക്കാൻ, പാട്ടുപാടുന്ന മകനെ കുടുംബമായി അനുഗ്രഹിപ്പാൻ സ്തോത്രം. പാട്ടിന്റെ സ്വരം കേൾക്കുന്ന ദൈവം പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിപ്പാൻ, സ്തോത്രത്തോടെ ദൈവത്തെ മാറ്റപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്രിസ്റ്റോ ചെറിയ പ്രേരണ ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പോൾ കർത്താവ് ദാസന് ഒരു ഗാനം ആലോപിക്കുന്നതായിരിക്കും, നമുക്കത് ശ്രദ്ധിക്കാം. കർത്താവ് ഈശ്വരമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാട്ടിനായി കർത്താവ് ദാസനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. കുന്നുകളകന്നീടിലും മഹാപർവതം മാറിടിലും, കുന്നുകളകന്നീടിലും മഹാപർവതം മാറിടിലും, തന്റെ ദയയെന്നും ശാശ്വതമേ തന്മക്കൾക്കാശ്രയമേ. തന്റെ ദയയെന്നും ശാശ്വതമേ തന്മക്കൾക്കാശ്രയമേ. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. സിയോനിലവൻ നമുക്കായി അതിശ്രേഷ്ഠമൂലക്കല്ലായി, സിയോനിലവൻ നമുക്കായി
അതിശ്രേഷ്ഠമൂലക്കല്ലായി തന്നോടു ചേർന്നു നാമും തൻ ജീവക്കല്ലുകളായിടാം. തന്നോടു ചേർന്നു നാമും തൻ ജീവക്കല്ലുകളായിടാം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. കർത്തൻ തൻ വരവിന്നാളിൽ തന്റെ കാന്തയാം നമ്മെ ചേർത്തിടും. കർത്തൻ തൻ വരവിന്നാളിൽ തന്റെ കാന്തയാം നമ്മെ ചേർത്തിടും. എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്മാർവോട് ചേർത്തിടുമേ. എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്മാർവോട് ചേർത്തിടുമേ. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. തന്റെ വൻ കൃപകൾ ദിനവും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഈശ്വരമായി മക്കളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായി സ്തോത്രം. കർത്താവ് മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ. തുടർമാനം കർത്താവിന്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നതിന് മുമ്പായി ഹല്ലേലൂയ സ്തോത്രം. തിരുവചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാനും നമ്മുടെ ദാസങ്ങളുടെ പരിശുദ്ധാത്മാവ് രാത്രി നമ്മോട് സംസാരിപ്പാൻ ചുരുക്കമായി ഈ പ്രേരണയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്നവരാകെ ചുരുക്കമായി കർത്താവിന്റെ ദാസനെ തിരുവചന ശുശ്രൂഷ ഓർത്ത് ഒരാൾ പ്രാർത്ഥിക്കാൻ, ചുരുക്കമായി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ സന്ധ്യാസമയം പ്രയർ ലൈനായിരിക്കാനും കർത്താവയോട് സഹായിച്ചവൻ കൃപകൾക്കായി സ്തോത്രം സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രി കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് അടിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന കർത്താവെ. അവിടുത്തെ തിരുവചനം കേൾപ്പാൻ അടിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഏകാഗ്ര ഹൃദയത്തെ അടിങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുത്തെ ദാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കർത്താവെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവെ വചനം ശുശ്രൂഷിപ്പാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശരീരത്തിലും ആത്മാവിലും ബലം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനം കേൾക്കുന്ന അടിയങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴമായി പതിവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദാസനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ തിരുവചന സൂക്ഷിച്ച് ആശ്രയിക്കുന്ന ഡോക്ടർ ജോൺ വർഗീസ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കേണ്ടതിനും ഒന്നിച്ച് പഠിക്കേണ്ടതിനും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സന്ധ്യാസന്ദർഭത്തിലെ വചന പഠനം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മെ സഹായിച്ച പൊന്നു കർത്താവെ, അവിടുത്തെ ദിവ്യ ആത്മാവിനാൽ ഇന്ന് രാത്രിയിലും സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിപ്പിക്കുമാറാകട്ടെ. സെക്കരിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. സെക്കരിയ പ്രവചനം 9-ന്റെ 1 മുതൽ 12 വരെ. പ്രവാചകം: യഹോവയുടെ അരുളപ്പാട് ഹദ്രാക് ദേശത്തിന് വിരോധമായിരിക്കുന്നു. ദമസ്കേസിൽ അത് വന്നമരും. യഹോവ മനുഷ്യരിലും ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി വയ്ക്കുന്നു. അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനമേറിയ സോരിനും സീദോനും അങ്ങനെ തന്നെ. സോർ തനിക്കൊരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും വീഥികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു. എന്നാൽ കർത്താവ് അവളെ ഇറക്കി
അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും. അവൾ തീക്കിരയായി തീരുകയും ചെയ്യും. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ഗസയും എക്രോനും കണ്ട ഏറ്റവും വിറയ്ക്കും. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അസ്കലോന് നിവാസികൾ ഇല്ലാതെയാകും. അസ്തോദിൽ ഒരു കൗലയുടെ ജാതി പാർക്കും. ഫെലിസ്ത്യരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിനൊരു ശേഷിപ്പായിത്തീരും. അവൻ യഹൂദയിൽ ഒരു മേധാവിയെ പോലെയും എക്രോൻ ഒരു യെബൂസിനെ പോലെയും ആകും. ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എൻ്റെ ആലയത്തിനു ചുറ്റും പാളയം ഇറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക. യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ഞാൻ എഫ്രയേമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവില്ലും ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവുമായിരിക്കും. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വീണ്ടും തിരുമുഖത്തെ കേഴകൾ നോക്കുന്നു. അവിടുത്തെ ദിവ്യ അരുളപ്പാടുകൾ പഠിക്കുവാനുള്ള ജ്ഞാനവും കൃപയും അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൊന്നു കർത്താവ് തന്നെ ഉയർത്തപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ ഇടയാക്കണമേ. എന്തെല്ലാം ആവശ്യവുമായി പ്രാർത്ഥനയുമായി അവിടുത്തെ ജനം അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് അവിടുത്തെ ദിവ്യവചനം പഠിക്കുന്നുവോ അവരുടെയൊക്കെയും ആവശ്യങ്ങൾ അറിഞ്ഞ് ഇന്ന് രാത്രി സഹായിക്കുമാറാകണമേ. വചനം ഐശ്വര്യമായി ഏഴയുടെ നാവിന്മേൽ നൽകുമാറാകണമേ. അത് വിളമ്പുവാൻ ആവശ്യമായ കൃപയും നൽകുമാറാകണമേ. ഇന്ന് രാത്രി അവിടുത്തെ നാമത്തിന് തടസ്സമായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ ഫൽസിച്ചകറ്റുകയും മഹത്വം അങ്ങേക്ക് കരയേറ്റുകയും ചെയ്യുന്നു. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. സക്രിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ ഏതാണ്ട് ഒരു പശ്ചാത്തല പഠനം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി. വീണ്ടും 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴും അതുപോലെ തന്നെ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് ഭാഗികമായി ചില പശ്ചാത്തല പഠനം കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ അതിന്റെ 8 വരെയുള്ള വേദഭാഗങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ജാതികളുടെ 7 വരെയുള്ള വേദഭാഗങ്ങൾ ജാതികളുടെ നാശത്തെ, ജാതീയ പട്ടണങ്ങളുടെ നാശത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 7 വാക്യങ്ങളിൽ 9 ജാതീയ പട്ടണങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവയുടെ നാശം ആണ് നമുക്ക്, അവരുടെ ഡിസ്ട്രക്ഷൻ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവെ ഇവിടെ വിവരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 9-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ നാം ആദ്യമായി പശ്ചാത്തല പഠനം പഠിച്ചത് ഹല്ലേലൂയ മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ തോൽപ്പിച്ച് ഭരണത്തിലേക്ക് വന്നതായ അലക്സാണ്ടർ ചക്രവർത്തി അഥവാ ഗ്രീക്ക് സാമ്രാജ്യത്തെ പറ്റിയാണ്. ഗ്രീക്ക് സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിലാണ് 9-ാം അധ്യായത്തിന്റെ ആരംഭം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം ചിന്തിച്ചുവല്ലോ, ഹല്ലേലൂയ 9-ാം അധ്യായം പ്രവാചകൻ ചെറുപ്പത്തിൽ പ്രവചിച്ച പ്രവചനമല്ല. അറ്റ്ലീസ്റ്റ് പ്രവാചകൻ ഏതാണ്ട് 60 വർഷം, 60 വയസ്സോ അതിൽ കൂടുതലോ കാണുവാനാണ് പോസിബിലിറ്റി. BC 490-നും 480-നും ഇടയ്ക്ക് ആയിരിക്കണം ഈ പ്രവചന സൂക്തങ്ങൾ. 9-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെയുള്ള പ്രവചന സൂക്തങ്ങൾ സക്രിയ പ്രവാചകൻ പ്രവചിച്ചത് ആ സന്ദർഭത്തിൽ പ്രവാചകൻ വാർദ്ധക്യ കാലങ്ങളിലേക്ക് അടുത്തിരിക്കണം
എന്ന് നാം 2-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ പശ്ചാത്തലം നാം ചിന്തിച്ചതാകിയാൽ ഇനിയും ആ ഭാഗത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവുമാണ് നാം ചിന്തിച്ചത്. സോറിനെ പറ്റി നാം പറഞ്ഞുവെങ്കിൽ തന്നെയും ഒരു കാര്യവും ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായില്ല. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ 3-4 വാക്യങ്ങൾ ആദ്യം ചിന്തിക്കുകയും പിന്നീട് 4 ഫെലസ്തീൻ രാജ്യങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്ന 5, 6, 7 വാക്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് സമയമുണ്ട് എങ്കിൽ താഴോട്ട് 8-ാം വാക്യം വരെ കടന്നു വരണമെന്നാണ് എന്റെ ആഗ്രഹം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുവാൻ സമയമുണ്ട് എന്നെനിക്ക് ചിന്തയില്ല. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നാളെ നമുക്ക് ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹാദ്രക്കിനെ പറ്റിയും ഹല്ലേലൂയ സ്തോത്രം ഹമാത്തിനെ പറ്റിയും ദമസ്കോസിനെ പറ്റിയും ഒക്കെയും ചിന്തിപ്പാനും അത് എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയൊക്കെയും ചിന്തിപ്പാൻ വിശകലനം ചെയ്ത് കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവ് നമ്മെ സഹായിച്ചു. അലക്സാണ്ടർ ചക്രവർത്തി മേദ്യപാർസ്യ സാമ്രാജ്യത്തിന്റെ ഡിഫൻസീവ് സെന്റർ ആകുന്ന ഹാദ്രക്കിനെ തോൽപ്പിക്കുകയും അതിനോട് അനുബന്ധിച്ച് സിറിയയുടെ തലസ്ഥാനമാകുന്ന ദമ്മേശക്കിനെ തോൽപ്പിക്കുകയും അതിന് തൊട്ടുള്ളതായ ഹമാത്തിനെ തോൽപ്പിക്കുകയും ചെയ്തതാണ് 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2-ാം വാക്യത്തിൽ സോറിനെയും സീദോനെയും പറ്റി പറയുന്നുണ്ട്. 2, 3, 4 വാക്യങ്ങളിൽ സോർ, സീദോൻ എന്നീ സ്ഥലങ്ങളെയാണ് അലക്സാണ്ടർ ചക്രവർത്തി തന്നെ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ തോൽപ്പിച്ച് മുമ്പോട്ട് കടന്നു വരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ 3 പട്ടണങ്ങളെ നശിപ്പിച്ചതിനു ശേഷം തോൽപ്പിച്ച് അലക്സാണ്ടർ ചക്രവർത്തി അവിടെ തന്റെ സ്ഥാനം ഉറപ്പിച്ച് തന്റെ ഡിഫൻസീവിനെ പടയാളികളെ അവിടെ ഹല്ലേലൂയ കേന്ദ്രമാക്കിയതിനു ശേഷം വീണ്ടും ഹല്ലേലൂയ കീഴടക്കേണ്ടതിനു വേണ്ടി മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. തന്റെ അടുത്ത ഉന്നം ഫൊയ്നീഷ്യൻ രാജ്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഫൊയ്നീഷ്യൻ രാജ്യത്തെ പറ്റി നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഫൊയ്നീഷ്യൻ പ്രൊവിൻസിലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഹല്ലേലൂയ അവസാനത്തെ 6 മാസം മേജറായി ശുശ്രൂഷിച്ചത് എന്ന് നാം സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഭൂതം ബാധിച്ചതായ ഒരു പെൺകുട്ടിയുടെ മാതാവ് വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്റെ മകൾക്ക് സൗഖ്യം നൽകണമെന്ന് പറഞ്ഞത് ഫൊയ്നീഷ്യൻ വുമണാണ്. ദൈവത്തിന് സ്തോത്രം. ജാതികളാണ് അവിടെ പാർക്കുന്നത്. സോർ, സീദോൻ എന്നീ സ്ഥലങ്ങൾ ഫൊയ്നീഷ്യൻ സ്ഥലങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ സ്ഥലങ്ങളെ പറ്റിയാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്. സീദോനെ പറ്റി നമുക്കറിയാം. സീദോന്യ യിലെ വിധവയെ പറ്റി നാം കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഏലിയ പ്രവാചകൻ സീദോനിലുള്ളതായ വിധവയുടെ അടുക്കൽ പോകുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ക്ഷാമകാലത്തെ പാർക്കുകയും സീദോനിലെ വിധയുടെ മകനെ സൗഖ്യമാക്കുകയും ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജാതികളെ സന്ദർശിച്ച ദൈവത്തിന്റെ സന്ദർശനത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യം എടുത്തു പറയുന്നതും കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനോടുള്ള ബന്ധത്തിൽ ഇനിയും ഹല്ലേലൂയ സ്തോത്രം ഇനിയും നമുക്ക് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സോർ, സീദോൻ. സീദോൻകാരിയാണ് ഹല്ലേലൂയ സ്തോത്രം ആഹാബിന്റെ വൈഫായിരുന്നതായ ദുഷ്ടയായ ഇസബേൽ. ഹല്ലേലൂയ സ്തോത്രം. ബാബിലോന്യമായ ആരാധന കേന്ദ്രമാക്കിക്കൊണ്ട് ബാൽ വിഗ്രഹത്തെ ആരാധിക്കുന്നതായ ഒരു സമ്പ്രദായമായിരുന്നു സീദോന്യർക്ക് ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ബാൽ വിഗ്രഹത്തിലെ പുരോഹിതന്റെ മകളായിരുന്ന ഇസബേലിനെ ആഹാബ് വിവാഹം കഴിച്ചതിനാൽ ബാലിനെയും അശേര പ്രതിഷ്ഠകളെയും അവൾ നോർത്തേൺ കിങ്ഡമിലേക്ക് കൊണ്ടുവരികയും ശമരിയ തലസ്ഥാനമാക്കി ഭരിച്ചിരുന്നതായ യാക്കോബിന്റെ 10 മക്കളാകുന്ന 10 ഗോത്രങ്ങളെ ഹല്ലേലൂയ വിഗ്രഹ സേവയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് നമുക്ക് കാണുവാനായിട്ട് രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലും ദിനവൃത്താന്ത പുസ്തകത്തിലും ഇടയായിത്തീരും. ഈ കാലങ്ങളിൽ ശുശ്രൂഷിച്ച പ്രവാചകന്മാരാണ് ഏലിയാവ്, ഏലിശ എന്നീ പ്രവാചക ശ്രേഷ്ഠന്മാർ.
ഹല്ലേലൂയ, സ്തോത്രം. ഈ സ്ഥലത്തെ പറ്റി ഒരു അറിവ് കിട്ടേണ്ടതിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാം മനസ്സിലാക്കണം, ഇപ്പോഴും മേദ്യ പാർസ്യരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം എക്സാക്ട്ലി പറയുകയാണെങ്കിൽ BC 333 ഏതാണ്ട് 200 ചില്ലുവാനും വർഷങ്ങളോളം ഇപ്പോൾ മേദ്യ പാർസികൾ ഭരിച്ചു കഴിഞ്ഞു. BC 536 തുടങ്ങിയതായ ഭരണമാണ്. ദൈവത്തിന് സ്തോത്രം. 11 മേദ്യ പാർസ്യ രാജാക്കന്മാർ ഭരിച്ചു. 11ാമത്തെ രാജാവ് മേദ്യ പാർസ്യയിലെ 11ാമത്തെ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹല്ലേലൂയ, സ്തോത്രം, അലക്സാണ്ടർ ചക്രവർത്തി പൂർണ്ണമായി മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ തോൽപ്പിക്കുകയും ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തിൽ സ്ഥാപിക്കുകയും ചെയ്തത്. BC 333 ഹാദ്രക്കെ, ദമ്മേശക്ക്, ഹമാത്ത് എന്നീ സ്ഥലങ്ങൾ തോൽപ്പിച്ചിട്ട് അടുത്തതായി വാസ്തവത്തിൽ താൻ ചെയ്യേണ്ടത്, വാസ്തവത്തിലല്ല സാമാന്യമായ ബുദ്ധിയിൽ ചെയ്യേണ്ടത്, അടുത്ത ശക്തിയാകുന്ന ഈജിപ്തിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈജിപ്തിനെ താൻ തോൽപ്പിക്കാതെ സോർ, സീദോൻ എന്നീ ഫൊയ്നീഷ്യൻ രാജ്യങ്ങളെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം താൻ തീരുമാനിച്ചു. തന്റെ ബുദ്ധി വളരെ വ്യക്തമായി. ഈ കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ, സ്തോത്രം, സക്കറിയ പ്രവാചകൻ പ്രവചിക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ, സ്തോത്രം, ആദ്യം പ്രവാചക ശ്രേഷ്ഠന്മാർ പ്രവചിച്ചിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. യിശയ്യാ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളും, വിശേഷാൽ 23-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ഈ വായിക്കുന്ന വേദഭാഗം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ പോകുന്ന കാര്യം ഹല്ലേലൂയ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ സക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യിശയ്യാ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ, അതുപോലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ഇസക്കിയേൽ പ്രവചനം ഹല്ലേലൂയ, സ്തോത്രം 26, 27, 28 അധ്യായങ്ങൾ, ഈ 3 അധ്യായങ്ങളും സോറിന്റെയും സീദോന്റെയും നാശത്തെ പറ്റിയാണ് പറയുന്നത്. വിശേഷാൽ ടയർ എന്ന് പറയുന്ന, അഥവാ സോർ എന്ന് പറയുന്ന സീദോൻ അല്ല, സോർ എന്ന് പറയുന്നതായ ആ ഫൊയ്നീഷ്യൻ സിറ്റിയെ പറ്റിയാണ് പ്രത്യേകമായി ഇസക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവചനങ്ങളൊക്കെ നാം ചുറ്റും ചിന്തിച്ചിട്ട് ഈ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ എത്ര അക്ഷരീകമായി ദൈവിക പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഹല്ലേലൂയ നിവർത്തീകരിക്കപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കേണ്ടത്. സക്കറിയ പ്രവാചകൻ പോസ്റ്റ് എക്സൈൽ പ്രോഫറ്റ് ആണ്, നമുക്കറിയാം. ഹല്ലേലൂയ, പ്രവാസാനന്തര പ്രവാചകനാണ്. പ്രവാചകൻ ഈ പ്രവചനം പ്രവചിക്കുന്നത് ഏതാണ്ട് BC 490-നും 480-നും ഇടയിലാണ് എന്ന് നാം ചിന്തിച്ചല്ലോ. അതിനൊക്കെ മുമ്പേ ഹല്ലേലൂയ ഒരു BC 590, 580, 570 വർഷങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, ബാബേലിൽ വെച്ച് ഇസക്കിയേൽ പ്രവാചകൻ ഹല്ലേലൂയ, സ്തോത്രം, ഇതിനെപ്പറ്റി പ്രവചിച്ചു ഡീറ്റെയിൽ ആയിട്ട്. ഹല്ലേലൂയ, 26, 27, 28 അധ്യായങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നു. BC 700-ാം ആണ്ടിൽ ഹല്ലേലൂയ, സ്തോത്രം, ഈ സംഭവം സംഭവിക്കുന്നതിന് ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പേ യിശയ്യാ പ്രവാചകൻ യിശയ്യാ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നു. നോക്കുക, ദൈവത്തിന്റെ ആത്മാവ് വിവിധ ദാസന്മാർക്ക് ഹല്ലേലൂയ ഒരേ വിഷയത്തെ പറ്റി വിവിധ രീതിയിൽ അതിന്റെ തോൽവി വശങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഈ വശങ്ങളെല്ലാം ഒന്നിച്ച് പഠിക്കുമ്പോൾ എക്സാക്ട്ലി എങ്ങനെയാണ് ഇതൊക്കെ നശിച്ചു പോയത് എന്നും ഇതിന്റെ കാരണങ്ങൾ എന്താകുന്നു എന്നും നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, ഇസക്കിയേൽ പ്രവചനം, യിശയ്യാ പ്രവചനം നമുക്ക് പിന്നീട് വരാം. ഇസക്കിയേൽ പ്രവചനത്തിലേക്ക് നിങ്ങളുടെ ദൈവവചനം തിരിച്ചിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ഇനിയും ഒരു പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾ കേട്ടില്ലെങ്കിൽ പോലും ഹല്ലേലൂയ 26, 27, 28 അധ്യായങ്ങളെ പറ്റി ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. എന്നാൽ 28-ാം അധ്യായത്തിന്റെ 12 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ, സോർ രാജാവാകുന്നതായ
ലൂസിഫറിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് യെഹെസ്കേൽ പ്രവചനം 28 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യപുത്ര, ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം, എന്നിട്ട് നമുക്ക് 26 അധ്യായത്തിലേക്ക് കടന്നു വരണം. എന്നെങ്കിൽ മാത്രമേ സോർ സീദോന്റെ നാശത്തെ പറ്റി സക്കറിയ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ നമുക്ക് മനസ്സിലാകുവാൻ ഒക്കുകയും ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഏറ്റവും വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ പ്രവാചകന്മാർ ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവചനങ്ങൾ അക്ഷരികമായി ചരിത്രത്തിൽ നിറവേറിയല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നൊന്ത് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ അവസ്ഥ എന്താകുന്നു എന്നുള്ളത് ചിന്തിക്കുവാനും അതേ സന്ദർഭത്തിൽ തന്നെ ദൈവവചനത്തിന്റെ ദൈവനിശ്വാസ്യത മനസ്സിലാക്കി ദൈവത്തെ സ്തുതിപ്പാനും നമുക്ക് ഇടയായി തീരും. 28 അധ്യായത്തിന്റെ 12 മുതൽ ഞാൻ ഇവിടെ വായിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവേ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളും കൂടുകളും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ് ആയിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം കൊണ്ട് നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്തെ തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ടേ രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്തെ ഭസ്മമാക്കി കളയും. ഹല്ലേലൂയ. ഈ വേദഭാഗങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ലാസ്റ്റിൽ വായിച്ചതല്ല, 17 വാക്യം വരെയും, ഇൻഫാക്ട് 18 വേണേ പറയാം. ഹല്ലേലൂയ സ്തോത്രം. ലൂസിഫറിന്റെ വീഴ്ച, സാത്താന്റെ വീഴ്ചയുടെ കാരണമാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇത് സോർ രാജാവിനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ലൂസിഫറിനെ സോർ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ലൂസിഫറിനെ പറ്റി ഒരു പഠനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം 26 അധ്യായം മുതൽ 26, 27, 28 അധ്യായത്തിന്റെ 12 വാക്യം തൊട്ട് വായിച്ചിട്ട് ലൂസിഫറിനെ പറ്റിയോ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ പ്രവചന ഗ്രഹണമോ ശരിക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് 28 അധ്യായത്തിൽ ലൂസിഫറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് 26 അധ്യായം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ലൂസിഫർ ഹല്ലേലൂയ വാസ്തവത്തിൽ ടയർ എന്ന് പറയുന്ന സോർ എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവേ അല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് സോർ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് ലൂസിഫറിനെ 28 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇത് നമുക്ക് 26 അധ്യായം മുതൽ 26, 27, 28 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കും. 26 അധ്യായത്തിൽ അതിന്റെ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 1, 2 വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കട്ടെ. ഹല്ലേലൂയ. 11 ആണ്ട് 11 തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, പ്രവാചകൻ ബാബേലിലായിരുന്ന സമയത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. മനുഷ്യപുത്ര, നീ യെരുശലേമിനെ കുറിച്ച് നന്നായി
ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നു പോയി. അത് യെരുശലേമിന്റെ തകർച്ചയാണ് പറയുന്നത്. അവൾ എങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായിരിക്കുകയാൽ ഞാൻ നിറയും എന്ന് സോർ പറയുകൊണ്ട്. അപ്പോൾ സോറിന്റെ ആദ്യത്തെ പാപം ഇവിടെ വളരെ വ്യക്തമായി കാണുന്നു. എന്താണ്? യെരുശലേമിന്റെ നാശം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കളുടെ നാശം. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ നന്മ. ഹല്ലേലൂയ, ഞാൻ നിറയും എന്ന് സോർ പറയുന്നു. അപ്പോൾ യെരുശലേമിന്റെ നാശം ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ 1-2 മിനിറ്റിൽ കാര്യങ്ങൾ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഏതെല്ലാം സന്ദർഭത്തിൽ യെരുശലേമിനെ ആരെല്ലാം ആക്രമിച്ചിട്ടുണ്ടോ, അത് ഫലസ്തീനാണെങ്കിലും അത് സിറിയക്കാരാണ് എങ്കിലും അത് അശൂര്യരാണ് എങ്കിലും ദൈവത്തിന്റെ ജനമാകുന്ന തെക്കും വടക്കുമുള്ളതായ 12 ഗോത്രങ്ങളെ 2 രാജ്യങ്ങളായിട്ടാണല്ലോ അവർ ശലോമോന്റെ മകനായ രഹബയാമിന്റെ കാലം മുതൽ ഉണ്ടായിരുന്നത്. ഈ 2 രാജ്യങ്ങളെ ആരെല്ലാം ആക്രമിക്കുന്നുവോ ആ സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ അവരുടെ ശത്രുക്കളോടുകൂടെ കൂടിക്കൊണ്ട് അവരെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ചില ജാതീയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായ ഒരു രാജ്യമാണ് സോർ എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ടാണ് സോറിലെ രാജാവിനെ ലൂസിഫറിനെ ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം ലൂസിഫർ അഥവാ സാത്താന്റെ ജോലിയാണ് ദൈവമക്കളെ പൂർണ്ണമായി തകർത്തു കളയുക എന്നുള്ളത്. നാം ആപത്തിൽ അനർത്ഥത്തിലായിരിക്കുമ്പോൾ നമ്മെ ആപത്തിലിട്ട് അനർത്ഥത്തിലിട്ട് പൂർണ്ണമായി തുടച്ചു കളയുക എന്നുള്ളതാണ് സാത്താന്റെ സന്തോഷം. അത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യെരുശലേം നശിച്ചു പോയതായ സന്ദർഭത്തിൽ സോർ പറയുകയാണ്, ഞങ്ങൾ നിറയുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സോറിനെ പോലെ പറഞ്ഞ വേറൊരു ഗ്രൂപ്പാണ് ഏദോമിയർ, ഈഡമൈറ്റ്സ്. ഹല്ലേലൂയ, ഈഡമൈറ്റ്സിനെ ദൈവം പൂർണ്ണമായി നശിപ്പിച്ചു. ഇന്ന് ഏദോം എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇല്ല. ഇന്നത്തെ ജോർദാൻ എന്ന് പറയുന്ന ഏദോമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഏദോം എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇല്ല. ഹല്ലേലൂയ, ഏദോം എന്ന് പറയുന്ന ഒരു ജാതിയേ ഇല്ല. കാരണം ഹല്ലേലൂയ, സ്തോത്രം, ഒബദ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഈഡമൈറ്റ്സ് is very clearly declared prophetically in the book of Obadiah. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവജനത്തിന് എതിരായി ഏതൊരുവൻ തല ഉയർത്തുന്നുവോ അവനെ പൂർണ്ണമായി ദൈവം നശിപ്പിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് ഒബദ്യാവിന്റെ പുസ്തകം, നഹൂമിന്റെ പുസ്തകം, നിനവേയുടെ നാശം. ഹല്ലേലൂയ, സ്തോത്രം ആണ് നഹൂമിന്റെ പുസ്തകത്തിൽ കാണുന്നത്. ഇവിടെ സോറിന്റെ നാശം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ സോറിൽ ഒരു മനുഷ്യരാജാവെ ഭരിച്ചിരുന്നെങ്കിൽ തന്നെയും അവന്റെ മുകളിൽ അധികാരം ചെയ്തുകൊണ്ട് അവനെ നടത്തി പോറ്റിയിരുന്നത് ഹല്ലേലൂയ പഴയ പാമ്പായ സാത്താനായിരുന്നു എന്നാണ് 26, 27, 28 അവസാനം കൊണ്ട് ഈ ലൂസിഫറിനെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനുള്ള കാരണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് 28-ാം അധ്യായത്തിൽ ലൂസിഫർ വരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. ഇന്നും ഏതെങ്കിലും ദൈവസഭയെ നശിപ്പിക്കുകയോ ഇന്ന് നാം പാർക്കുന്ന ഈ കാലത്താണ് ഏറ്റവും അധികം പീഡനമുള്ളതായ കാലം. നോർത്ത് ആഫ്രിക്കയിൽ ഹല്ലേലൂയ ദൈവജനത്തെ ദൈവസഭയെ ബുച്ചറി ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വെട്ടിക്കൊന്ന് നശിപ്പിക്കുന്ന ഒരു കാലമായിട്ട് മാറിയിരിക്കുകയാണ്. ലക്ഷോപലക്ഷം ക്രിസ്ത്യാനികളാണ് ഹല്ലേലൂയ ദൈവസഭയിൽ ഈ കാലത്ത് രക്തസാക്ഷികളായി തീരുന്നത്. നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആനന്ദ് ചാർത്ത് ഈ ലോകത്തിന്റെ പിന്നാലെ പോകുവാനായിട്ടല്ല, കണ്ണുനീരോടുകൂടെ കരഞ്ഞ് അവരുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാനായിട്ടായിരിക്കണം. 1/2 മണിക്കൂർ സ്പേസ് നമുക്ക് കിട്ടുന്നെങ്കിൽ നാം ഉപയോഗിക്കേണ്ടത്. ഹല്ലേലൂയ, ആരെക്കൊണ്ടും സാധിക്കുന്ന കാര്യമാണ് ഒരു വലിയ TV മേടിച്ച് അതിന്റെ മുമ്പിൽ 2 മണിക്കൂർ പന്തുകളി കാണുന്നതും അല്ല എങ്കിൽ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കൂടെ കടന്നു പോകുന്നതും ഒരു മൂവി കാണുന്നതും
എനിബഡി ക്യാൻ ഡു ഇറ്റ്. ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതൊരു ബിഗ് തിങ് അല്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു വലിയ TV മേടിക്കുന്ന ഒരു ബിഗ് തിങ് അല്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു TVയുടെ മുറി ഹല്ലേലൂയ കാണേണ്ടതിന് വേണ്ടി ഒരു തിയേറ്റർ മുറി ഉണ്ടായി അതിൽ കടന്ന് ചാടി മറിയുന്നത് ഒരു ബിഗ് തിങ് അല്ല. ലോകത്തിൽ ഏതവനെയും കൊണ്ടും ചെയ്യാവുന്ന കാര്യമാണ്. എന്നാൽ മുട്ടുമേൽ നിന്ന് ജനത്തിനു വേണ്ടി കരയുവാൻ എല്ലാരെ കൊണ്ടും സാധിക്കത്തില്ല. ഹല്ലേലൂയ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ ഇന്ന് രാത്രി ആ തീരുമാനം എടുക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ താണിരുന്ന് കരയുക, നിലവിളിക്കുക, ഇടിവ് നിൽക്കുക. സ്വർഗസ്ഥലത്ത് നിത്യമായ നമ്മുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അതിനാണ് പ്രതിഫലമുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിലെ ധാടിമോടികൾ കൊണ്ട് നമുക്ക് ന്യായവിധി വരുമെന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവുമില്ല. ഈ കാലങ്ങളിൽ ദൈവസഭ ഉണർന്ന് നമ്മെ പോലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ബുച്ചറിങ്ങി കണ്ട് ഹല്ലേലൂയ അവരുടെ രക്തസാക്ഷി മരണം കണ്ട് നാം കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുക, എന്താണ് നടക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. രക്തച്ചൊരിച്ചിലിൻ്റെതായിട്ടുള്ളതായ കളമായി അതെല്ലാം മാറിയിരിക്കുകയാണ്. സാത്താനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ 26, 27, 28 അധ്യായങ്ങളിൽ അവസാനം കൊണ്ടുവന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇസക്കിയേൽ പ്രവാചകങ്ങളിൽ കൂടെ പറയുകയാണ്, ഇസ്രയേലിന്റെ നാശത്തിന്, നോർത്തേൺ കിങ്ഡമിന്റെയും സദേൺ കിങ്ഡമിന്റെ നാശത്തിന് കാരണമാക്കിയിരുന്ന ഈ ലൂസിഫർ ആണെന്ന് തെളിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവജനമേ, നാം ഹല്ലേലൂയ ഒരു പടുകുഴിയിലായാലും ഈ 9-ാം അധ്യായത്തിൽ തന്നെ നാം ചിന്തിക്കും. മുമ്പോട്ട് വരുമ്പോൾ ഹല്ലേലൂയ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും നിയമത്തിന്റെ രക്തം ഹേതുവായി നമ്മെ ഉയർത്തുന്ന ജോലിയാണ് കർത്താവിന്റെ. നാം ഒന്ന് വീണ് കിടക്കുമ്പോൾ നമ്മെ ചവിട്ടി ഇല്ലാതാക്കുന്ന ജോലിയാണ് സാത്താന്റെ. ഹല്ലേലൂയ സ്തോത്രം. അതാണ് 26, 27, 28 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 27-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സോറിലെ ഹല്ലേലൂയ സ്തോത്രം ആൾക്കാര് അവർക്ക് കൂട്ടുകാരൊക്കെ ആയിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവരെ ഭയങ്കര ബിസിനസ്സുകാരായിരുന്നു. പാർസികള്, ലൂത്യര്, പൂർത്തിയര്, ഹല്ലേലൂയ സ്തോത്രം, തർശീസ്, സമ്പത്തിന്റെ ആൾക്കാര്, ഹല്ലേലൂയ സ്തോത്രം, ഇവരെല്ലാം ഹല്ലേലൂയ സ്തോത്രം ഇവരുടെ കൂട്ടുകാരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 27-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 27-ാം വാക്യം, നിന്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പലും കപ്പിത്താന്മാരും, ഹല്ലേലൂയ സ്തോത്രം, ഇങ്ങനെ ഇവരെ പറ്റി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. നോക്കുക, ഹല്ലേലൂയ ബാബേലിന്റെ നാശം, ഹല്ലേലൂയ സിറ്റിയുടെ നാശം വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെയാണ് സോറിന്റെ നാശം നമുക്കിവിടെ കാണുവാനായിട്ട്, ടയറിന്റെ നാശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇവരുടെ ധനമെന്ന് പറയുന്നത് ഇസ്രയേൽ മക്കളുടെ ധനമാണ്. ഇവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് സ്ലേവറി ആയിരുന്നു. സ്ലേവറി എന്ന് പറയുന്നത് ഇവരുടെ ആൾക്കാരെ അല്ല, ഹല്ലേലൂയ ശത്രുക്കൾ വന്ന് യെരുശലേമിനെ പിടിക്കുന്നതായ സന്ദർഭത്തിൽ അവർ യുദ്ധം ചെയ്യുമ്പോൾ യെരുശലേമിന്റെ പിന്നിൽ കൂടെ, മുമ്പിൽ വലിയ യുദ്ധം നടക്കുമ്പോൾ പിമ്പിൽ കൂടെ ഇവരുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇവർ ബലാത്കാരമായി കൊണ്ടുപോയിട്ട് സോർ, ഹല്ലേലൂയ, ഇത് കടലിന്റെ നടുക്കുള്ളതായ ഒരു പട്ടണമാണല്ലോ, ഒരു ദ്വീപാണല്ലോ സോർ സീദോൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടേക്ക് കൊണ്ടുപോയിട്ട് ഹല്ലേലൂയ സ്തോത്രം മറ്റ് രാജ്യക്കാർക്ക്, സ്പെയിന് അതുപോലെയുള്ള മറ്റ് രാജ്യക്കാർക്ക് വിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇവരുടെ ധനമെന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളാകുന്ന യഹൂദന്മാരെ അടിമകളായി വിറ്റ കാശാണ് ഹല്ലേലൂയ ഇവരുടെ ധനമായി ഇരിക്കുന്നത്. അതാണ് 26-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവജനമേ, ഈ ലോകത്തിന്റെ ധനമെന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവമക്കളാകുന്ന നമ്മളെ ആക്രമിച്ച് ഇല്ലാതാക്കി എടുത്തിരിക്കുന്നതായ ധനമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നാം അധ്വാനിക്കുന്നതായ ധനമൊക്കെ ഹല്ലേലൂയ സാത്താൻ വലിച്ചുകൊണ്ട് അവന്റെ പോക്കറ്റിലേക്ക് ആക്കിക്കൊണ്ട് കളയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നാശം കണ്ടുകൊണ്ട് സാത്താൻ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ വളരെ വ്യക്തമായി 26-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൾ ശൂന്യമായി തീർന്നിരിക്കയാൽ ഞാൻ നിറയും.
അണ്ടർലൈൻ ചെയ്യേണ്ട വാക്യമാണത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സാത്താൻ നമ്മളെ തകർക്കുന്ന തകർച്ചയാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. നമ്മെ ശൂന്യമാക്കുന്നത് എന്തിനാണെന്നറിയാമോ? സാത്താൻ നിറയേണ്ടതിന് വേണ്ടിയാണ്. ഇന്ന് രാത്രി നാം അത് ഗ്രഹിച്ചിരിക്കണം. ഹല്ലേലൂയ. നമ്മെ ശൂന്യമാക്കുവാനായിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് നമ്മെ വിടുവിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സാത്താൻ നമ്മളിലുള്ളത് അപഹരിച്ച് നമ്മെ ശൂന്യമാക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പാഴും ശൂന്യവുമായ അവസ്ഥയ്ക്ക് ഇന്ന് ലോകക്കാർ കുറ്റം പറയുന്നത് ദൈവത്തെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ ബുദ്ധിമോശം കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ദൈവവചനം അറിയാത്തത് കൊണ്ടാണ്, അവരുടെ ഹൃദയം അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്, അവരുടെ അകത്തെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെയും പറയുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, പാപത്തിൽ നിന്ന് ഒരു വ്യക്തിയെ രക്ഷിക്കുന്ന ജോലിയാണ് യേശുവിൻ്റെത്. ഹല്ലേലൂയ. രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്ന ജോലിയാണ് കർത്താവിൻ്റെത്. ഹല്ലേലൂയ. വെള്ളമില്ലാത്ത കുഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ വിടുവിക്കുന്ന ജോലിയാണ് യേശുവിൻ്റെത്. എന്നാൽ സാത്താന്റെ ജോലി നിന്റെ നിറവിൽ നിന്നും അപഹരിച്ച് 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 നിന്നെ ശൂന്യമാക്കുക, പാഴും ശൂന്യവുമാക്കി തീർക്കുന്ന ജോലിയാണ് സാത്താന്റേത്. അതുകൊണ്ടാണ് 26, 27 ഈ അധ്യായങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പറയുകയാണ്, 26, 27 അധ്യായങ്ങളിൽ സോർ എന്ന് പറയുന്ന ഈ രാജ്യത്തെ കൺട്രോൾ ചെയ്തത് മറ്റാരുമല്ല, സാത്താനായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരെ കൺട്രോൾ ചെയ്യുന്നത് ഏത് മതമായാലും, ഏത് രാജാവായാലും, ഏത് മഹിമയുള്ളവനായാലും, ഏത് മിടുക്കനായാലും, ഏത് ധനവാനായാലും അവരെ ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് സാത്താന്റെ ജോലിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം ഇത് മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഇന്ന് രാത്രി കർത്താവെ, ഹല്ലേലൂയ, കൃപ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. അലക്സാണ്ടർ വലിയ വാർ സ്ട്രാറ്റജി ഉള്ള വ്യക്തിയായിരുന്നു. ഇന്നും അലക്സാണ്ടറിന്റെ വാർ സ്ട്രാറ്റജി നോക്കിക്കൊണ്ടാണ് ഹല്ലേലൂയ ഇന്നത്തെ പല യുദ്ധങ്ങളും ചെയ്യുവാൻ ഇന്നത്തെ വൻകിട ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അന്നത്തെ കാലത്തെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയൊക്കെ നോക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അലക്സാണ്ടർ, ഹല്ലേലൂയ, സ്തോത്രം, ഹമാത്തിനെയും ഹാദ്രക്കിനെയും ദമസ്കോസിനെയും തോൽപ്പിച്ചിട്ട് ന്യായമായ നിലയിൽ മാനുഷികമായ ബുദ്ധിയിൽ നേരെ ഈജിപ്തിലേക്ക് തെക്കോട്ട് പോയി, ഈജിപ്തിലോട്ട് പോയിട്ട് തെക്കേ രാജ്യമാകുന്ന ഈജിപ്തിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ന്യായമായ നിലയിൽ താൻ ചെയ്യേണ്ടത്. താൻ അത് ചെയ്തില്ല. ഈ 3 സ്ഥലങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ സോറിനെയും സീദോനെയും, കടലിന്റെ നടുവിലുള്ള സോറിനെയും സീദോനെയും തോൽപ്പിക്കുവാൻ താൻ തയ്യാറായി. കാരണം ഹല്ലേലൂയ, വാർ സ്ട്രാറ്റജിയെ പറ്റി ഹല്ലേലൂയ, ഐ ഹാവ് മേഡ് എ ഗുഡ് റിസർച്ച് ഓൺ ഇറ്റ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഈജിപ്തിലേക്ക് യുദ്ധം ചെയ്യുവാൻ പോകുകയാണ് എങ്കിൽ പുറകിൽ കൂടെ സോർ വന്ന് അലക്സാണ്ടറിനെ ആക്രമിക്കും. അലക്സാണ്ടർ തോറ്റുപോകും. ഈജിപ്തിനെയും പിടിച്ചടക്കാൻ ഒക്കത്തില്ല, സോറിനെയും പിടിച്ചടക്കാൻ ഒക്കത്തില്ല. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ, സോറിനെ കീഴടക്കി കഴിഞ്ഞാൽ ഈജിപ്തിനെ തനിക്ക് നിർദാക്ഷിണ്യം കീഴടക്കുവാനായിട്ട് സാധിക്കും. സോർ രാജാവ് ആരാണെന്നാണ് ഇന്ന് രാത്രി നാം പഠിച്ചത്? സോറിനെ കൺട്രോൾ ചെയ്യുന്ന സാത്താനാണ്. ലൂസിഫറിന്റെ കാര്യം 28-ാം അധ്യായത്തിൽ നിന്നും നാം പഠിച്ചു കഴിഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? അലക്സാണ്ടർ പറയുന്നത് സോറിനെ കീഴടക്കിയാൽ ബാക്കി എല്ലാത്തിനെയും കീഴടക്കാം. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവാകുന്ന സാത്താനെ നാം പൂർണ്ണമായി കീഴടക്കി കഴിഞ്ഞാൽ നമുക്ക് സകലത്തെ കീഴടക്കുവാൻ സാധിക്കും. അത് രോഗമാണെങ്കിലും, അത് ബന്ധനമാണെങ്കിലും, അത് കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും, ഭർത്താക്കന്മാരുടെ കാര്യമാണെങ്കിലും, ഭാര്യമാരുടെ കാര്യമാണെങ്കിലും, ചർച്ചിലെ കാര്യമാണെങ്കിലും, സാത്താനെ കാൽക്കീഴാക്കി ഇട്ട് കഴിഞ്ഞാൽ സകലത്തിന്മേലും നമുക്ക് ജയമുണ്ട്. ഇന്ന് രാത്രിയിൽ സാത്താനെ കാൽക്കീഴാക്കി ഇടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ക്രിസ്തുയേശുവിൽ കൂടെ മക്കളും അവകാശികളുമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തികളെയും
ചവിട്ടുവാൻ, തലയിൽ വെക്കാനായിട്ടല്ല, ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അവയൊന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദണ്ഡിപ്പിക്കുന്ന രോഗങ്ങൾക്കെതിരെ അത് സാത്താന്റെ പ്രവർത്തനമാണ്. അല്ലെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ, നിങ്ങളുടെ ബുദ്ധിയെ തകർക്കുവാൻ, നിങ്ങളുടെ ആരോഗ്യത്തെ തകർക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തെ തകർക്കുവാൻ, നിങ്ങൾ പോകുന്ന ചർച്ചിനെ തകർക്കുവാൻ ശ്രമിക്കുന്നത് സാത്താന്റെ പദ്ധതിയാണ്. ഇവനെ കാൽക്കീഴാക്കിയിട്ട് ചവിട്ടിക്കൊള്ളുന്നുണ്ട്. ഈ കാലങ്ങളിൽ ഒരു ജയം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഉന്നം വെച്ച് വിളിക്കുകയാണ്. ഇനിയും ഹല്ലേലൂയ സ്തോത്രം, യിശയ്യാ പ്രവചനം 23-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്തെ ഒരു മർമ്മം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കും. 23-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 1 മുതൽ 5 വരെയുള്ള കാര്യങ്ങൾ സോറിന്റെ നാശത്തെ പറ്റിയാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം 4-5 വാക്യങ്ങൾ എല്ലാം പറഞ്ഞ് വിശദീകരിക്കുവാൻ എനിക്ക് ഇന്ന് രാത്രിയിൽ ഈ സമയമില്ല. ഹല്ലേലൂയ സ്തോത്രം. 4-5 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. സീദോനെ ലജ്ജിച്ചു കൊള്ളുക, എനിക്ക് നോവ് കിട്ടിയിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല, ബാലന്മാരെ പോറ്റിയിട്ടുമില്ല, കന്യകുമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്ര ദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു. സോരിന്റെ വർത്തമാനം മിസ്രയീമിൽ എത്തുമ്പോൾ അവർ ആ വർത്തമാനത്തിൽ ഏറ്റവും വ്യസനിക്കും. ഈ 5-ാം വാക്യം എപ്പോഴാണ് നിവൃത്തീകരിച്ചെന്നറിയാമോ? അലക്സാണ്ടർ ചക്രവർത്തി സോറിനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ്. എങ്ങനെ തോൽപ്പിച്ചു എന്നുള്ളത് ഞാൻ കുറെ കൂടെ വിശദീകരിക്കാം. എന്നാൽ ഹല്ലേലൂയ, സോറിനെ പൂർണ്ണമായി തോൽപ്പിച്ച് കഴിഞ്ഞതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ, ഫൊയ്നീഷ്യൻ രാജ്യമാകുന്ന സോറിനെ പൂർണ്ണമായി തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ മിസ്രയീം ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും വ്യസനിച്ചു എന്ന 5-ാം വാക്യത്തിൽ പറയാനുള്ള കാരണം, they are not going to get any help from Saul. Hallelujah. Okay, അലക്സാണ്ടറിന്റെ ആ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി, ഹല്ലേലൂയ, പരിശുദ്ധ ആത്മാവേ അലക്സാണ്ടർ വരുന്നതിന് 400 വർഷം മുമ്പേ യിശയ്യാവിൽ കൂടെ പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. മിസ്രയീമിനെ അല്ലായിരിക്കും അലക്സാണ്ടർ ആദ്യം തോൽപ്പിക്കുന്നത്, ഹമാത്തിനെയും ഹാദ്രക്കിനെയും ദമസ്കോസിനെയും തോൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഹല്ലേലൂയ അലക്സാണ്ടർ തോൽപ്പിക്കുവാൻ പോകുന്നത് സോർ സീദോനെ ആയിരിക്കും. അതിനുശേഷമായിരിക്കും ഈജിപ്തിലേക്ക് വരുന്നത് എന്ന് പ്രവാചകനായ യിശയ്യാവ് 400 വർഷം മുമ്പ് പ്രവചിച്ചത് ഹല്ലേലൂയ അലക്സാണ്ടറുടെ കാലത്ത് പൂർണ്ണമായി നിറവേറി. ഹല്ലേലൂയ ദൈവജനമേ, ഈ കാര്യങ്ങൾ എന്താണ് നമ്മെ വിളിച്ചറിയിക്കുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനമാകുന്ന 66 പുസ്തകത്തിലെ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാത്തതാകുന്നുവെന്നും ഇത് അക്ഷരം പ്രതി വിശ്വസിക്കുവാനും ഇത് വിശ്വസിച്ച് ഹല്ലേലൂയ ജീവരക്ഷ പ്രാപിക്കുവാനും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവവചനമാകുന്ന ഈ ഇരുവായ്ത്തലയുള്ള വാളിനാൽ വിദ്രുത സർപ്പമായ ലിവിയാഥാനെയും വക്രസർപ്പമായ ലിവിയാഥാനെയും കടലിലെ ഹല്ലേലൂയ മഹാസർപ്പങ്ങളെയും കുത്തിക്കളയുവാനും യിശയ്യാ പ്രവചനം 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് കൃപ ലഭിക്കണം. ഹല്ലേലൂയ, വചനം എന്ന വാള് കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, അലക്സാണ്ടറിന്റെ യുദ്ധ സ്ട്രാറ്റജി വരെയാണ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. BC 333 ഹല്ലേലൂയ സ്തോത്രം ഈ രാജ്യങ്ങളെ തോൽപ്പിച്ചതിന് ശേഷം അലക്സാണ്ടർ സോറിലേക്ക് വരികയാണ്. ഹല്ലേലൂയ, ഈ ഫൊയ്നീഷ്യൻ രാജ്യത്തേക്ക് കടലിന്റെ നടുക്കുള്ളതായ ഈ ടയർ ഹല്ലേലൂയ ഈ സോറിനെ നശിപ്പിക്കാൻ ഒരൊറ്റ രാജാക്കന്മാർ നോക്കിയിട്ട് ഒത്തിയിട്ടില്ല. ഹല്ലേലൂയ, നെബൂഖദ്നേസർ നോക്കി സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ, മേദ്യ പാർശ്യ സാമ്രാജ്യം നോക്കി സാധിച്ചിട്ടില്ല. പിന്നെ അവരുമായിട്ട് സ്നേഹബന്ധം കൂടുകയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കാരണം കടലിന്റെ നടുക്ക. ഇന്നത്തെ കാലത്തെ പോലെ എയർഫോഴ്സോ നേവിയോ ഇന്നത്തെ കാലത്തെ പോലെ ഇല്ല. ഹല്ലേലൂയ, ചെന്ന് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം പ്രയാസമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവർ വലിയ കോട്ടകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ സോറിൽ. ഇതിന്റെ മുകളിൽ ഉള്ളതായ ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ആരെങ്കിലും കപ്പൽപ്പട വരികയാണെങ്കിൽ തീപ്പന്തങ്ങൾ എഴുതിട്ട് അവരെ കടലിൽ വെച്ച് തന്നെ
എരിച്ചു കളയുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഡിഫെൻസീവ് പവർ ഹല്ലേലൂയ സ്തോത്രം ഈ സോറിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ വലിയ അഹങ്കാരികളായി മാറിയത്. ഇവരുടെ കപ്പലിനെ പറ്റിയൊക്കെ ഇശയ്യാ പ്രവചനം യെഹെസ്കേൽ പ്രവചനം 26, 27 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആനക്കൊമ്പ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരുടെ വീട്ടിലത്തെ പണമാണോ? ഇവർ അധ്വാനിച്ചുണ്ടാക്കിയ ധനമാണോ? യഹൂദന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഹല്ലേലൂയ അവരുടെ കുഞ്ഞുങ്ങളെ അടിമവേലയ്ക്ക് വിറ്റ് ഹല്ലേലൂയ അവരുടെ പെൺകുഞ്ഞുങ്ങളെ ഹല്ലേലൂയ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് വിറ്റ് ഹല്ലേലൂയ ഉണ്ടാക്കിയതായ ധനമാണ് ഇവൻ അഹങ്കാരം കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഹല്ലേലൂയ സ്തോത്രം. ഇതുകൊണ്ടാണ് സോറിന്റെ നാശം നമുക്ക് ഇവിടെ കാണുവാൻ, സോർ രാജാവിനെ ഹല്ലേലൂയ ലൂസിഫറായി പറയുവാൻ തക്കവണ്ണം 28-ാം അധ്യായത്തിൽ യെഹെസ്കേലിൽ പറയുവാനുള്ള കാരണവും അതാണ്. ദൈവത്തിന് സ്തോത്രം. അലക്സാണ്ടറെ ഹല്ലേലൂയ ഈ 3 സിറ്റികളെ ഹമാത്തിനെയും ഹാദ്രക്കിനെയും ഡെമസ്കോസിനെയും തോൽപ്പിച്ചിട്ട് ഹല്ലേലൂയ ആര്യം സോറിന്റെ സീദോനിലോട്ട് എന്നിട്ട് പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം, എന്റെ ദേവനാകുന്നതായ മാർഡക്കിനെ നിന്റെ അമ്പലത്തിൽ കൊണ്ടുവന്ന് എനിക്കൊരു യാഗം കഴിക്കണമെന്നാണ് അലക്സാണ്ടർ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം സോർ രാജാവ് പറഞ്ഞു, അവൊക്കത്തില്ല, ഒരു കാര്യം ചെയ്യേ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ പഴയ പട്ടണം, സോറ് 2 പട്ടണമായിട്ടാണ്, പുതിയ പട്ടണം, പഴയ പട്ടണം. പഴയ പട്ടണം അത്ര ഡിഫെൻസീവ് അല്ല. പുതിയ പട്ടണം ഭയങ്കര കോട്ടയുള്ളതാണ്. അതിനകത്ത് കയറുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. നിന്റെ പഴയ പട്ടണത്തിൽ നീ ഈ യാഗം കഴിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അലക്സാണ്ടർ പറഞ്ഞു, അല്ല, പുതിയ പട്ടണത്തിൽ കയറണം. അലക്സാണ്ടർ ഇവരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ അവർ സോർ രാജാവ് സമ്മതിക്കാതിരുന്നപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BC 331 പല രീതിയിൽ അലക്സാണ്ടർ നോക്കിയിട്ടും ഈ കോട്ട മുറിച്ച് ഇതിനകത്തൊന്ന് കയറുവാൻ തക്കവണ്ണം സാധിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. നോർത്ത് ഭാഗത്തും സൗത്ത് ഭാഗത്തും ഈ കോട്ടയ്ക്കെതിരായി വലിയ ശക്തി താൻ നോക്കിയിട്ട് ഒത്തില്ല. അതുകൊണ്ട് താൻ സോറിന്റെ പഴയ പട്ടണത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്നും കല്ലുകളും മരങ്ങളും വെട്ടിമുറിച്ച് ഈ സോറിന്റെ പുതിയ പട്ടണത്തിന് അടുത്തുള്ളതായ കടലിനെ 18 അടി താഴ്ചയെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 18 അടി താഴ്ച ഉള്ളതായ ഈ കടലിൽ ഹല്ലേലൂയ സ്തോത്രം ഈ തടി കൊണ്ട് അവൻ തടി താഴോട്ടിട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം അവൻ തടി കൊണ്ട് ടവർ ഉണ്ടാക്കി. തടി കൊണ്ട് ടവർ ഉണ്ടാക്കിയിട്ട് ഈ ടവറിന്റെ മുകളിൽ നിന്നുകൊണ്ട് അവന്റെ പടയാളികൾ സോറിൽ നിന്ന് വരുന്നതായ തീയമ്പുകളെ അവരങ്ങോട്ട് എയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും എയ്ത്ത് നടക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈന്യം ഈ വലിയ മതിലിന്റെ മുകളിൽ കൂടെ ആദ്യം ചാടി ആളിനെ കൊന്നു. ഹല്ലേലൂയ. എന്നാൽ അവർ പെട്ടെന്ന് ശീഘ്രത്തിൽ ചാടി ഹല്ലേലൂയ പുതിയ സോർ പട്ടണത്തെ അവർ പിടിച്ചടക്കി. ഹല്ലേലൂയ സ്തോത്രം. 30,000 പേരെയാണ് സ്ലേവറി ആയിട്ട് വിറ്റത്. When I read that, I thought of how God do righteous judgment. Hallelujah. പാപം ചെയ്യുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ ഇന്നല്ലെങ്കിൽ നാളെ ന്യായവിധിയിൽ കൂടെ കടന്നു പോകുമെന്ന് എന്ത് സത്യമായിട്ടാണ് ദൈവവചനം പറയുന്നത്. വിതയ്ക്കുന്നത് കൊയ്യും. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരെ അടിമകളായി വിറ്റ് ഹല്ലേലൂയ സ്തോത്രം പണമുണ്ടാക്കിയതായ ഈ സോർ രാജ്യം ഹല്ലേലൂയ സ്തോത്രം അവിടുത്തെ 30,000 പേരെയാണ് അലക്സാണ്ടർ വിറ്റത് അടിമകളായി. ഹല്ലേലൂയ സ്തോത്രം. മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അലക്സാണ്ടറിന് എന്തുകൊണ്ട് അങ്ങനെ തോന്നി? ഹല്ലേലൂയ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 2000 സോറിലെ ആൾക്കാരെ ക്രൂസിഫൈ ചെയ്തു, ക്രൂശിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ചെന്ന് കയറിയ ഉടനെ 6000 പടയാളികളെ വെട്ടിക്കൊന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ വലിയ പോരാട്ടത്തിൽ അലക്സാണ്ടറിന് നഷ്ടമായത് 400 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരെയും സോറിലുള്ളവരെ എല്ലാം തോൽപ്പിച്ച് സോറിനെ കീഴടക്കി വല്ലവന്റെയിൽ നിന്നും വാങ്ങിയതും വല്ലവന്റെയിൽ നിന്നും കൊള്ള ചെയ്തതും വല്ലവനെ അപഹരിച്ചതുമായ ധനം ഇപ്പോൾ അലക്സാണ്ടറിന്റെ കയ്യിലായി. അവൻ അനുഭവിക്കുവാനത്തോ തന്റെ 33-ാമത്തെ വയസ്സിൽ അവൻ മരിച്ചു.
ഈ ലോകത്തിന്റെ ധനമെന്ന് പറയുന്ന അതേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്യുന്നതായ ഈ ലോകത്തിന്റെ ധനത്തിന്റെ പിന്നാലെയല്ല, നമ്മുടെ കർത്താവിനെ എങ്ങനെയെങ്കിലും സേവിക്കുകയും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഭൗമികമായ നന്മ കൊണ്ട് കർത്താവിന്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഏവരെയും ഇടയാക്കുമാറാകട്ടെ. ഭൗമികത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. കർത്താവ് അതിനായി നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പൂർണ്ണമായി നശിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ ശ്രമിച്ച അഹങ്കാരികളായ സോറിനെ അലക്സാണ്ടർ ചക്രവർത്തി പൂർണ്ണമായി കീഴടക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ കീഴടക്കലിനെ പറ്റിയാണ് സെക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഞാൻ 9-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കട്ടെ. അതിനോട് തൊട്ടടുത്തിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനമേറിയ സോരിനും സീദോനും അങ്ങനെ തന്നെ. സോറിന്റെ ജ്ഞാനത്തെ പറ്റിയൊക്കെ ഹല്ലേലൂയ സ്തോത്രം 28, 27 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് സെക്കറിയ പ്രവാചകൻ പ്രവചിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം യെഹെസ്കേൽ പ്രവാചകനിൽ കൂടെ പ്രവചിച്ചിട്ടുണ്ട്. 3-ാം വാക്യത്തിൽ സോർ തനിക്ക് ഒരു കോട്ട പണിതു. ആ പുതിയ പട്ടണത്തിന്റെ കോട്ടയാണ് അലക്സാണ്ടർ അതാണ് പിടിച്ചടക്കിയത്. പൊടി പോലെ വെള്ളിയും വീതിയിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു. ഹല്ലേലൂയ. വല്ലവന്റെയുമാണ്. ഹല്ലേലൂയ. വല്ലവനെയും ഹല്ലേലൂയ കൊന്നും വല്ലവനെയും അപഹരിച്ചും വല്ലവന്റെയും മോഷ്ടിച്ചും ഹല്ലേലൂയ വല്ലവനെയും അടിമകളാക്കി വിറ്റും ഉണ്ടാക്കിയ ധനമാണിത്. ഇവന്റെ സ്വന്തമൊന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇത് ഹല്ലേലൂയ അലക്സാണ്ടറിന്റെ കയ്യിലായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് അവളെ ഇറക്കി. ഹല്ലേലൂയ സ്തോത്രം. നോക്കുക, ഹല്ലേലൂയ സ്തോത്രം. ഇത്രയെല്ലാം ചെയ്ത് ഒന്നും എന്നെ കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ അഹങ്കാരത്തിലിരുന്ന സോറിനെ കർത്താവ് ഇറക്കി. അവളുടെ കൊത്തളം കടലിലിട്ട് കളയും. അവൾ തീക്ക് ഇരയായി തീരുകയും ചെയ്യും. അതുപോലെ തന്നെ അലക്സാണ്ടറെ സോർ പട്ടണത്തെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അത് കാണുന്നവർ കരയത്തക്കവണ്ണം അത്ര ഹീനകരമായ വീഴ്ചയായിരുന്നു സോറിന്റെ വീഴ്ച. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിനെ മഹത്വമല്ലാതെ എന്തെല്ലാം ദുഷ്ടത ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ന്യായവിധി ഉണ്ട് എന്ന് സോറിന്റെയും സീദോന്റെയും നാശത്തെ നന്നായി വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും 5, 6, 7 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ഏത് കണ്ട് ഭയപ്പെടും? ഹല്ലേലൂയ. ഫെലസ്തീയ ദേശം ഇത് കാണുകയാണ്. ഫെലസ്തീനിലെ 4 പട്ടണങ്ങളുടെ പേരാണ് 5, 6 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അസ്കലോൻ അത് കണ്ടു ഭയപ്പെടും. ഗസ, എക്രോൻ, ഗസയും എക്രോനും ഏറ്റവും വിറയ്ക്കും. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നല്ലോ. എന്തെങ്കിലും കാര്യമുണ്ടാകുകയാണെങ്കിൽ ഈ സോറിലെ ജ്ഞാനികൾ വന്നിട്ടാണ് ഇവരെ സഹായിച്ചു കൊണ്ടിരുന്നത്. ഗസയിൽ നിന്ന് രാജാവെ നശിച്ചു പോകും. അസ്കലോൻ നിവാസികൾ ഇല്ലാതെയാകും. അസ്തോദിൽ ഒരു സങ്കരജാതി പാർക്കും. ഫെലസ്തീയരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. ഫെലസ്തീയരെ നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകം, ശമൂവേലിന്റെ പുസ്തകം ഒക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ യഹൂദന്മാരുടെ ബദ്ധ ശത്രുക്കളായിരുന്നു. യഹൂദന്മാരെ പൂർണ്ണമായി നശിപ്പിക്കുകയും യഹൂദന്മാരിൽ കൂടെ അവരെ മോഷ്ടിച്ചും അപഹരിച്ചും യുദ്ധം ചെയ്തും ഉണ്ടാക്കിയതായ ധനങ്ങളാണ് ഇവരുടേതായിട്ടുള്ള ധനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നാം ഇവിടെ വായിക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഗത്ത് ഹല്ലേലൂയ 5 പട്ടണങ്ങളാണ് ഹല്ലേലൂയ സ്തോത്രം ഫെലിസ്ത്യർക്ക് ഉണ്ടായിരുന്നത്. അത് ശമൂവേലിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. അസ്കലോൻ, ഗസ, എക്രോൻ, അസ്തോദ്, ഈ 4 പട്ടണങ്ങളെ ഈ 5, 6 വാക്യങ്ങളിൽ നാം കാണുന്നുള്ളൂ. ഗത്തിനെ കാണുന്നില്ല. ഭൂരിപക്ഷ വേദവിദ്യാർത്ഥികളുടെയും അഭിപ്രായം ആ സന്ദർഭത്തിൽ ഗത്ത് യഹൂദന്മാരുടെ അധീനതയിലായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഗത്ത് നശിക്കാതെ പോയത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബാക്കി ഈ 4 ഫെലസ്തീയ പട്ടണങ്ങളെയും അതിനുശേഷം അലക്സാണ്ടർ ചക്രവർത്തി തോൽപ്പിച്ചത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹാദ്രക്ക്,
ഹല്ലേലൂയ ദമ്മേശക്ക്, ഹമാത്ത്, നാം ചിന്തിച്ചതായ സോർ, സീദോന്, ഹല്ലേലൂയ ഇപ്പോൾ ഉള്ളതായ ഹല്ലേലൂയ സ്തോത്രം ഫെലിസ്തീനിലുള്ളതായ 4 പട്ടണങ്ങൾ, ഇവയെ പൂർണ്ണമായി അലക്സാണ്ടർ ചക്രവർത്തി നശിപ്പിച്ചതിനു ശേഷമാണ് ഈജിപ്തിനെ പോയി കീഴടക്കിയത്. ഹല്ലേലൂയ സ്തോത്രം. ഈ വേദഭാഗത്ത് എന്തെല്ലാം എഴുതിയിരിക്കുന്നുവോ അതുപോലെ അലക്സാണ്ടർ ചക്രവർത്തി ചെയ്തതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അക്ഷരീകമായി ഹല്ലേലൂയ സ്തോത്രം ഈ സെക്കറിയ പ്രവാചകൻ പ്രവചിച്ചിട്ട് ഏതാണ്ട് 160 വർഷം കഴിഞ്ഞപ്പോൾ, എഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചിട്ട് ഏതാണ്ട് 200 ചില്ലുവാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ട് ഏതാണ്ട് 400 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്രവചനങ്ങളൊക്കെ അക്ഷരീകമായി നിറവേറി. ദൈവം നമ്മുടെ അധരത്തിൽ ഒരു ദൂത് തന്നാൽ അത് നിറവേറ്റുന്നവനായ കർത്താവാണ്. ദൈവവചനത്തിൽ നമുക്കൊരു വാഗ്ദത്തം തന്നാൽ കർത്താവ് അത് പൂർണ്ണമായി നിറവേറ്റുമെന്ന് ഈ വേദവാക്യങ്ങൾ ഇന്ന് രാത്രിയിലത്തെ വചന പഠനം നമുക്ക് ഹല്ലേലൂയ ഗുണപാഠമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 6-ാം വാക്യം മുതൽ താഴോട്ട് നമുക്ക് ഇനിയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നാളെ ഹല്ലേലൂയ 12-ാം വാക്യം വരെ ചിന്തിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാളെയും ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല നാളത്തെ ക്ലാസ് കൊണ്ട് ഈ 9-ാം അധ്യായം തീരുവാനിടയായി തീരുമോ എന്ന് എനിക്കറിയുകയില്ല. വേണമെങ്കിൽ ഒറ്റ മണിക്കൂർ കൊണ്ട് ഇത് തീർക്കുവാനായിട്ടുള്ളതേ ഉള്ളൂ. എന്നാൽ യുദ്ധ സ്ട്രാറ്റജിയും എങ്ങനെ കീഴടക്കി എന്നുള്ളതും അതൊക്കെയും ചരിത്രത്തിലേക്ക് പോയി വിശകലനം ചെയ്ത് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും സമയം പോകുന്നത്. എങ്കിലും ഹല്ലേലൂയ നമുക്കത് അറിവിനും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ കൂടുതൽ വിശ്വസിക്കേണ്ടതിനും കർത്താവിൽ നിന്ന് കൂടുതൽ പ്രാപിക്കേണ്ടതിനും നമ്മുടെ കർത്താവിങ്കിലേക്ക് അടുത്തു വരേണ്ടതിനും അങ്ങനെ പലവിധമായ ഗുണപാഠങ്ങൾ പഠിക്കേണ്ടതിനും നമുക്ക് ഇടയായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവവചനം കേട്ട നിങ്ങൾ ഏവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. വചന പഠനം ഇന്ന് രാത്രി ഞാനിവിടെ നിർത്തുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ ഇന്ന് രാത്രി ആർക്കെങ്കിലും സമർപ്പിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ 1 മിനിറ്റ് വേർതിരിക്കുകയാണ്. നാം ഒരു കാര്യം പഠിച്ചു. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ പ്രവചനങ്ങൾ അത് അക്ഷരീകമായി വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരാതെ കർത്താവിന്റെ സമയത്ത് നിറവേറും. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിൽ നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ അക്ഷരീകമായി നിറവേറും. നിങ്ങൾക്കറിയാമോ, നമ്മെ പറ്റിയൊക്കെയും ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു നാം എവിടെ ജനിക്കണം, എവിടെ വളരണം എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ ഇവനും അവനും ഇവിടെ അവിടെയും ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഹല്ലേലൂയ ഉരുവാകുന്നതിന് മുമ്പേ നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ നമ്മുടെ അസ്ഥികൂടം കർത്താവ് കണ്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ദൈവവചനം കൂടുതലായി വിശ്വസിക്കുവാനും ദൈവഹിതപ്രകാരം എന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവാനും ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെന്ന് ഇന്ന് രാത്രി നാം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനായ കർത്താവ് ആ സമർപ്പണം കൊണ്ട് നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ടുള്ള സമയമാണ്. താങ്ക് യു ഓൾ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പിൽ ഞാൻ എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ദൈവവചനം കൂടുതലായി മനസ്സിലാക്കുവാനും അതിന് പ്രകാരം ജീവിപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ച വചനത്തിന് മുൻപാകെ എന്നെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് കൂടുതലായി അടുത്തു വരുവാൻ, ദൈവവചനത്തിൽ വിശ്വസിക്കുവാൻ എന്നെ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവദാസനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനത്തിൽ കൂടുതലായി ഉറച്ചു വിശ്വസിക്കുവാനും
അതനുസരിച്ച് കർത്താവിന്റെ ഹിതം പോലെ ജീവിക്കുവാനും എന്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. Praise the Lord. Hallelujah. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നന്മ നൽകുന്നത് നമ്മുടെ കർത്താവാണ്. എന്നാൽ നമ്മെ ശൂന്യമാക്കുന്നത് സാത്താനാണ് എന്ന ഇന്ന് രാത്രി കേൾപ്പാൻ തക്കവണ്ണം നമുക്കിടയായി. സാത്താന്റെ സ്ഥാനം നമ്മുടെ കാൽക്കീഴാകുന്നു എന്നാണ് നമ്മുടെ അരുമരക്ഷകനായ യേശു കർത്താവെ നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. സാത്താനെ കാൽക്കീഴാക്കിയിട്ടിരിക്കുന്നു എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവയൊന്നും ഒരിക്കലും ഒരു ദോഷവും നമുക്ക് ചെയ്യുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം അത് പൂർണ്ണമായി വിശ്വസിക്കണം. കേൾക്കപ്പെട്ട ദൈവവചനവും ദൈവവചനത്തിലെ സത്യങ്ങളും ഹല്ലേലൂയ ഇരുവായ്ത്തലയുള്ള വചനമെന്ന വാളായി നമ്മുടെ കയ്യിൽ എടുത്തുകൊണ്ട് നമുക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തിയോടെ മാറിപ്പോകുവീൻ എന്ന് പറയുവാനും അന്ധകാര ശക്തിയോട് പോരാടുവാനും കർത്താവെ വരും ദിവസങ്ങളിൽ നമുക്ക് ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മെ ഭയപ്പെടുത്തി നമ്മെ ഇല്ലാതാക്കുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ധൈര്യം തന്നെ ദൈവവചനത്തിൽ കൂടെ നമ്മെ ഉറപ്പിച്ച് നമുക്കെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ കർത്തൃത്വം നൽകുവാൻ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്. നാം ഏതവസ്ഥയിലായിരുന്നാലും ഇന്ന് രാത്രി വിടുവിക്കുവാൻ കർത്താവ് മതിയായവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുമുഖത്തേക്ക് ഏഴകൾ നോക്കുന്നു. ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ വചനങ്ങൾക്കായി അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രവാചക ശ്രേഷ്ഠന്മാർ പരിശുദ്ധ ആത്മാവിൽ പ്രവചിച്ച പ്രവചനങ്ങൾ കാലത്തിന്റെ തികവിങ്കൽ നിവർത്തീകരിച്ച പൊന്നു ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അവിടുത്തെ തിരുവചന പ്രകാരം അതത് സന്ദർഭത്തിൽ നിവർത്തീകരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ശൂന്യമാക്കുവാൻ തക്കവണ്ണം ശ്രമിച്ച് രോഗങ്ങളിട്ട്, ബന്ധനങ്ങളിട്ട്, പ്രശ്നങ്ങളിട്ട്, പ്രയാസങ്ങളിട്ട്, പ്രതിസന്ധികളിട്ട് ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ദിവസങ്ങളിൽ അവിടുത്തെ തിരു രക്തത്തിൽ ആശ്രയിച്ച് അവിടുത്തെ നാമത്തിൽ, അവിടുത്തെ വചനത്താൽ, അവിടുത്തെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ ജയം കണ്ടെത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തികളെയും ചവിട്ടുവാൻ കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നുവെന്ന് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ നാഥ. സോർ രാജാവാകുന്ന ലൂസിഫറിന്റെ അധീനതയിൽ ഹല്ലേലൂയ സോർ രാജ്യങ്ങൾ ഹല്ലേലൂയ അവിടുത്തെ മക്കളാകുന്ന യഹൂദന്മാരെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതിന് പകരമായി കർത്താവെ സോറിനെ പൂർണ്ണമായി തകർക്കുകയും ലൂസിഫറിനെ സ്വർഗസ്ഥലത്ത് നിന്ന് ഹല്ലേലൂയ തള്ളിക്കളയുകയും ചെയ്തത് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങളെ നശിപ്പിക്കുവാൻ, ഞങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഈ സാത്താന്യ ശക്തിക്കെതിരായി കർത്താവെ അവിടുത്തെ നാമത്തിൽ, അവിടുത്തെ വചനത്തിൽ, അവിടുത്തെ രക്തത്തിൽ ആശ്രയിച്ച് വിജയം കണ്ടെത്തുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെയായി കഷ്ടങ്ങളിൽ കൂടെ, പ്രശ്നങ്ങളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന അവിടുത്തെ ജനം വിടുവിക്കപ്പെടട്ടെ നാഥ. സകല ഭൂഖണ്ഡങ്ങളിലും അവിടുത്തെ നാമത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ കർത്താവെ കടാക്ഷിച്ച് വിടുവിക്കുകയും അവിടുത്തെ നാമം സർവഭൂമിയിലും ഉയർത്തുവാൻ ഇടയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന അതത് പട്ടണങ്ങളിൽ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണമുള്ള ആത്മശക്തിയും വചന ബലവും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി അവിടുത്തെ ഉള്ളംകൈയിൽ ഞങ്ങളെ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി ഫരമേൽപ്പിക്കുന്നു. അപേക്ഷകൾ കേട്ടതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ
ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ തക്കവണ്ണം ഈ രാത്രികാലം കർത്താവ് സഹായിച്ചോർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വചനത്തിന് മുമ്പിൽ നമ്മൾ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ജയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. തോൽക്കുവാനല്ല, ജയിക്കുവാനായി നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം. നന്ദിയോടെ കർത്താവിന് സ്തുതി അർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പാട്ടുപാടിയതായ പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബമായ ദൈവം അനുഗ്രഹിക്കട്ടെ. ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസന് വേണ്ടി പ്രത്യേക ജോൺ വർഗീസ് പാസ്റ്റർക്ക് വേണ്ടി നമുക്ക് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തോടും ബലത്തോടും ശക്തിയോടും കൂടി ദൈവത്തിന്റെ വചനം തുടർന്നുള്ള ദിവസങ്ങൾ ഘോഷിപ്പാൻ തക്കോണം കർത്താവ് തന്നെ ദാസനെ ബലപ്പെടുത്തട്ടെ. നാളെ വൈകിട്ടും വീണ്ടും കടന്നു വന്ന ദൈവവചനം തുടർച്ചയായിട്ട് പഠിക്കുവാൻ തക്കോണം, അത് ഗ്രഹിപ്പാൻ തക്കോണം പ്രാർത്ഥനയോടെ ദിവസം നമുക്ക് കടന്നു വരുവാൻ നമ്മെ സമർപ്പിക്കാം. നാളെ രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാ ദിവസവും രാവിലെ 5 മുതൽ 6 വരെയുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുവാൻ തക്കണം. എല്ലാവരും ഉത്സാഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം
പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ.